വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് 6 മാസങ്ങൾക്ക് ശേഷമുള്ള നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ 6 മാസങ്ങൾക്ക് ശേഷം എന്തൊക്കെയാണ് ചേഞ്ച് വരുന്നത്, ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അത് നിങ്ങളെ 6 മാസങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള റീഡിംഗ് ആണ്. ഇവിടെ ഞാൻ 2 പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് പൈൽ നമ്പർ 1 സൺ ആണ്, പൈൽ നമ്പർ 2 മൂൺ. ഈ പിക്ചേഴ്സിൽ ഏതാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ മനസ്സിൽ തോന്നുന്നത്, ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റായിട്ട് തോന്നുന്നത്, നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റായി തോന്നുന്നത്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ശേഷം റീഡിംഗ് കാണാം. ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. പൈൽ നമ്പർ 1 കിടക്കാം. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്കിവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഐസൊലേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഐസൊലേഷൻ ടൈമിലായിരിക്കാം ഉള്ളത്. അതായത് എന്തൊക്കെയോ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ ലൈഫിൽ നടന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഇതുവരെയും റിക്കവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആരോടും സംസാരിക്കാതെ കംപ്ലീറ്റ് നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കൂടുതലും നിങ്ങളൊരു ഇൻട്രോവേർട്ടായിട്ട് മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അധികം ആരോട് സംസാരിക്കാതെ ഒരു സൈലൻസിലോട്ട് വന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നത് നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ ടൈമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയുമായിട്ട് കണക്റ്റ് ആവാനുണ്ട്, നിങ്ങളുടെ സാക്രൽ ചക്ര ഓപ്പൺ ആവാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഹിഡൻ ടാലൻസ് ഒക്കെ പുറത്തു വരാനുണ്ട്. എന്താണ് നിങ്ങൾ എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരാനുണ്ട്, ഒരു സെൽഫ് റിയലൈസേഷൻ. അതിലോട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയാണ് നിങ്ങളിപ്പോൾ ഒരു ഐസൊലേഷൻ പീരീഡിൽ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പലരും ഐസൊലേഷനിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റിയലൈസേഷനിലുള്ള സമയമാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വഴിയായിരിക്കാം നിങ്ങൾ ഈ ഐസൊലേഷനിൽ വന്നത്. ബ്രേക്കപ്പ് ആയിരിക്കാം, നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, എന്തൊക്കെയോ കാരണങ്ങൾ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പലരും നോ കോണ്ടാക്റ്റിലാണ്, ബ്രേക്കപ്പാണ്. അപ്പോൾ അത് നിങ്ങളെ ഒരു ഐസൊലേഷനിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ റിലേഷൻഷിപ്പ് വഴിയാണ് നിങ്ങൾ നിങ്ങളുടെ സെൽഫായിട്ട് കണക്റ്റ് ആവേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര മടി കാണിക്കുന്നുണ്ട്. ഇതൊരു ഐസൊലേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കാം ഒന്നിനും ഒരു ഇൻട്രസ്റ്റും നിങ്ങൾക്കില്ല. ഭയങ്കര ലേസി ആയിട്ടാണ് പലരെയും കാണാൻ പറ്റുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പലർക്കും നിങ്ങളുടെ ബോധതലം വികസിക്കുന്നതായിട്ടും മനസ്സിലാവുന്നുണ്ട്. പലരും പിശുക്ക് കാണിക്കുന്നുണ്ട്.
എന്തിനാന്ന് എനിക്കറിയില്ല, എന്തിലൊക്കെയോ പിശുക്ക് കാണിക്കുന്നുണ്ട്, മടി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോധതലം വികസിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങളുടെ ഈ പിശുക്കും മാറുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഇപ്പോൾ 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനാണ് ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞതിന് ശേഷമുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ചിലർക്ക് പിശുക്ക് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബോധതലം വികസിച്ചിനില്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയങ്കര ദുഃഖമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പല കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് സ്റ്റക്കാണ്. നിങ്ങൾക്ക് മനസ്സിനൊരു കൺട്രോൾ വരുന്നില്ല. പല കാര്യങ്ങളും നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ബ്ലോക്ക് എനർജി ആയിട്ടാണ് വരുന്നത്. നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒന്നിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫുൾ ഇപ്പോൾ ഒരു നെഗറ്റീവാണ് നിങ്ങളിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നെഗറ്റീവാണെന്ന് തോന്നും. നിങ്ങളുടെ അത്രയും ഒരു ബാഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ പോകുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവാണ്, എൻ്റെ ലൈഫൊക്കെ പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും, ഒരു വഴിയും ഓപ്പൺ ആവുന്നില്ല, എല്ലാം കംപ്ലീറ്റ് സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് ഇപ്പം നിങ്ങൾക്കുള്ളത്. പക്ഷെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കുള്ള പ്രിപ്പറേഷൻ ടൈമാണ്. നിങ്ങളെ ഈ ഒരു സ്ഥാനത്ത് ഇപ്പോൾ ഉള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങളൊരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആകാൻ പോവുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റ് ആവുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നിങ്ങളുടെ ബോധതലം വികസിക്കുന്നുണ്ട്. അത് വികസിക്കുമ്പം നിങ്ങളുടെ ഈ പിശുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു പിശുക്കുണ്ട് എന്നുള്ളത്, അത് നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ബോധതലം വികസിക്കുമ്പോൾ നിങ്ങൾക്ക് മടിയും നിങ്ങൾക്കുള്ള പിശുക്കും അതൊക്കെ മാറുന്നുള്ളതാണ് കാണുന്നത്. 6 മന്ത് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ സമൃദ്ധിയിലോട്ടേക്കാണ് കണക്റ്റ് ആവാൻ പോകുന്നത്. ആ സമൃദ്ധി വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും സമൃദ്ധി വരുന്നുണ്ട്. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ടാലൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഒരുപാട് സാമ്പത്തികമായിട്ട് എന്തൊക്കെയോ സാമ്പത്തിക ഉന്നതി നിങ്ങൾക്ക് വരുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്ന സാമ്പത്തിക ഉന്നതി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ടാലൻറ്റ്, ആ ടാലൻറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി വരുന്നത്. മീൻസ് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സക്സസ് ആയിരിക്കും എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുവഴി നിങ്ങൾ അബണ്ടൻസിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. ഒരുപാട് സമൃദ്ധിയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. ഇപ്പം നിങ്ങൾ എത്രത്തോളം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇമോഷൻസൊക്കെ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെടുത്ത് നിങ്ങൾക്ക് വൾണറബിൾ ആകാൻ പറ്റും. നിങ്ങൾ ആ ഒരു സപ്രസ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് ബ്ലോക്ക് ആണെങ്കിലും 6 മന്ത് കഴിയുമ്പോൾ നിങ്ങൾക്കതൊരു സെലിബ്രേഷനിലുള്ള വകയാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും വരുന്നുണ്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യത്തിലും വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് നിങ്ങളായിട്ടായിരിക്കില്ല നിങ്ങൾ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത്. മറ്റുള്ളവർ നിങ്ങളെ കാണുന്നതെന്ന് വെച്ചാൽ ഒരു മാസ്കാണ്. നിങ്ങളൊരു മാസ്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ആ മാസ്ക് കംപ്ലീറ്റ് നിങ്ങൾ മാറ്റാൻ പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ എന്താണോ അതാണ് ഇനി മറ്റുള്ളവർ കാണാൻ പോകുന്നത്. 6 മന്ത് കഴിയുമ്പോൾ നിങ്ങളുടെ റിയൽ ഫേസ്, നിങ്ങൾ ആരാണ് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കും. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വ്യക്തിത്വം എന്താണ്, നിങ്ങളുടെ കഴിവെന്താണ്, നിങ്ങൾ എന്താണ് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കത്തക്ക രീതിയിലോട്ട് നിങ്ങൾ വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും സപ്രസ് ചെയ്ത് വെക്കേണ്ടി വരുന്നുണ്ടാവാം. ഒന്നും വൾണറബിൾ ആവാൻ പറ്റുന്നുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും തന്നെ മറ്റുള്ളവരോട് പറയാൻ തന്നെ നിങ്ങൾക്ക് ഫിയറാണ്. കാരണം ഇത് ഞാൻ പറയുന്നത് തെറ്റാണോ എന്നുള്ളൊരു തോന്നലാണ്. അതുകൊണ്ട് നിങ്ങളൊരു മാസ്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്, കിട്ടിയതിൽ തൃപ്തിപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കിട്ടിയതിലല്ല തൃപ്തിപ്പെടുന്നത്. നിങ്ങൾക്കൊരു കാര്യം വേണം, നിങ്ങൾക്കൊരു ഗോളുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്നത് വരെ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി തൃപ്തിപ്പെടാനോ അതല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെന്തെങ്കിലും തന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ എനിക്ക് അർഹിക്കുന്നത് തന്നില്ല, എനിക്കത് അർഹതയില്ല, ഞാൻ ഇതിൽ തൃപ്തിപ്പെടുന്നു എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയൊക്കെ കംപ്ലീറ്റ് മാറാൻ പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റാൻഡ് ഉണ്ടാവും, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും. നിങ്ങൾക്കുള്ള അധികാരം വെച്ച് നിങ്ങൾ പലതും നേടിയെടുക്കാൻ പോകുന്നു എന്നൊക്കെയാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. കാരണം നിങ്ങൾക്ക് അവബോധം വരുന്നുണ്ട്.
മീൻസ് നിങ്ങൾ ഒരുപാട് മെച്യൂരിറ്റിയിലേക്ക് കണക്റ്റ് ആകുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇത്ര വരെയും നിങ്ങൾക്ക് മെച്യൂർഡായ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പിന്നെ മറ്റുള്ളവർ പറയുന്നതായിരിക്കാം നിങ്ങൾ മുഖവുരയ്ക്ക് എടുക്കുന്നത്. നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവർ ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് നിന്നും അതിലൊരു അംഗീകാരം ലഭിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം തന്നെ ഉപേക്ഷിച്ച് പോയേക്കാം. പക്ഷേ ഇനി വരാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. മാത്രമല്ല അവിടെ എല്ലായിടത്തും നിങ്ങൾ നിങ്ങളുടെ മെച്യൂരിറ്റി പ്രകടമാക്കും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഭയങ്കര മെച്യൂർഡായിട്ട് കൈകാര്യം ചെയ്യും. നിങ്ങൾക്ക് അത്രയും മെച്യൂരിറ്റിയിലേക്കാണ് നിങ്ങൾ കണക്റ്റ് ആവുന്നത്. അതുവഴി തന്നെയാണ് നിങ്ങൾക്ക് ലൈഫിൽ സമൃദ്ധിയും റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കറക്റ്റ് പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് തരാൻ വേണ്ടി ഒരു റൈറ്റായ പേഴ്സൺ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ആ വ്യക്തിയെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തൊക്കെയാണോ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, കെയർ ആയിരിക്കാം, ലവ് ആയിരിക്കാം, അതൊക്കെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഈ ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ചേഞ്ചസ് ആണ്. ഇപ്പോൾ ഒരു ഐസൊലേഷൻ ടൈമിലാണ്. ഈ ഐസൊലേഷൻ ടൈമിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനുണ്ട്. അതുവഴിയാണ് നിങ്ങൾ 6 മാസം കഴിയുമ്പോൾ നല്ലൊരു സമൃദ്ധിയിലേക്ക് കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ സപ്രസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് റിലീസ് ചെയ്ത് വിടുക. ഒന്നും സപ്രസ് ചെയ്ത് വെക്കണ്ട. അത് നിങ്ങൾക്ക് ബ്ലോക്ക് എനർജി ആയിട്ടാണ് വരുന്നത്. സപ്രസ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് നിൽക്കുക, വൾനറബിളായിട്ട് നിൽക്കാൻ മാക്സിമം ശ്രമിക്കണം എന്നുള്ളതാണ്. ഒന്നുമില്ലായ്മയിൽ നിൽക്കുക. ഒരു തീരുമാനങ്ങളും എടുക്കണ്ട, പ്ലാൻ ചെയ്തിട്ടൊന്നും നടപ്പിലാക്കാൻ ശ്രമിക്കണ്ട, ലൈഫിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ട് പോവുക, ഒന്നുമില്ലായ്മയിൽ നിൽക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്റ്റ് ആവും. 6 മാസത്തിന് ഉള്ളിൽ നിങ്ങൾക്ക് നല്ല ചേഞ്ചാണ് വരാൻ പോകുന്നത്. നിങ്ങളിലേക്ക് അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത്. അതിലോട്ട് കണക്റ്റ് ആവാൻ പറ്റട്ടെ എല്ലാവർക്കും. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. 6 മാസത്തിന് ശേഷമുള്ള നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് റീഡ് ചെയ്യുന്നത്. എനിക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. അതായത് ആരോടും കൂടുതൽ സംസാരിക്കാതെ എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം. ബട്ട് നിങ്ങളിനി ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു
എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് മേ ബി നിങ്ങളുടെ സോൾ പേർപ്പസ് ആയിരിക്കാം, ലൈഫ് പേർപ്പസ് ആയിരിക്കാം. ഈ രണ്ടിൽ ഏതോ ഒന്നിൽ നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു താളം വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പ്രാണശക്തിയിൽ ഒരു പ്രാണശക്തിൻ്റെ ഒഴുക്ക് നല്ല ഫ്ലോ ആയിട്ട് ആ ഒരു ഒഴുക്കിൻ്റെ ഒരു താളം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. മീൻസ് നിങ്ങൾ ഇത്രയും കാലം പല കാര്യങ്ങളും നാളത്തേക്ക് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അത് മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണ് പല കാര്യങ്ങളും താല്പര്യം. പക്ഷേ മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് വച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിനി ചെയ്യാൻ പോകുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴാണ് ആ ഒരു കാര്യത്തിലോട്ടേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു സൈലൻസ് വരാറുണ്ട്. അതായത് ഇപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ എടുത്തു ചാടി ചെയ്യുന്നുണ്ടാവാം. ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് ഒന്നിനും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്ത് ചെയ്യണം എന്നുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം പോലും നിങ്ങൾ മാനിക്കുന്നുണ്ടാവില്ല. മീൻസ് മറ്റുള്ളവരുടെ അഭിപ്രായം അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ അടുത്ത് നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല. അവരെല്ലാവരോടും നിങ്ങൾക്ക് റെസ്പെക്റ്റ് തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഞാനത് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം അത് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമാണോ ശരി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായമാണോ ശരി ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ റൈറ്റായ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴാണ് അവിടെ കണക്ട് ചെയ്യാൻ പറ്റുക, റൈറ്റ് എന്താണ്, ശരി എന്താണ്, തെറ്റെന്താണെന്ന് എപ്പോഴാണ് മനസ്സിലാവുകയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു സൈലൻസ് വരാനുണ്ട്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര കോൺഫ്ലിക്റ്റാണ് നടക്കുന്നത്. അതായത് ഒന്നിനും ഒരു ക്ലാരിറ്റിയും ഇല്ല. മനസ്സിൽ ഒരുപാട് ഓവർ തിങ്കിങ് ആണ് വരുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലിട്ട് ഒലച്ച് അത് ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ ഭയങ്കര കോൺഫ്ലിക്റ്റ് നടക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്കൊരു ബാലൻസ് വരാനുണ്ട്. ആ ബാലൻസ് വരുമ്പം നിങ്ങളിലേക്ക് ഒരു സൈലൻസ് വരാനുണ്ട്. ആ സൈലൻസിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റൻസ് ആയിട്ട് കണക്റ്റ് ആവാൻ പറ്റുക. നിങ്ങളുടെ റിയൽ സോഴ്സ് ഏതാണോ, നിങ്ങളുടെ അസ്തിത്വം എന്താണോ അവിടെ നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പരമാത്മാ ബന്ധം ഉണ്ടാകും. അതായത് മീൻസ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു കണക്ഷൻ നടക്കും. എനിക്ക് ഇത് കൂടുതലും സ്പിരിച്വൽ കണക്ഷനായിട്ടാണ് മനസ്സിലാവുന്നത്. അതായത് നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലായിരിക്കാം. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റൻസ് എന്താണെന്നുള്ളൊരു ബോധം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അസ്തിത്വമായിട്ട് കണക്റ്റ് ആവാൻ പറ്റും. അപ്പോൾ ആ സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ മാറ്റിവെക്കുന്ന കാര്യം നിങ്ങളുടെ സോൾ പേർപ്പസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ആ സോൾ പേർപ്പസ് ആണ് അതെന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി ഇല്ല. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളതെല്ലാം മാറ്റിവെക്കുന്നത്. പക്ഷേ ആ മാറ്റിവെക്കുന്ന കാര്യമായിരിക്കാം നാളെ നിങ്ങളെ സോൾ പേർപ്പസ് ആയിട്ട് വരുന്നത്. അപ്പം അത് നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ്. പാർട്ടിസിപ്പേഷനാണ് കാണിക്കുന്നത്, കോംപ്രമൈസാണ് കാണിക്കുന്നത്. മറ്റുള്ളവരോട് നിങ്ങൾ മാക്സിമം കോംപ്രമൈസ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഒരു എടുത്തുചാട്ടക്കാരായിരിക്കാം നിങ്ങൾ. അതുകൊണ്ട് ഒന്നിനും കോംപ്രമൈസ് എന്ന് പറയുന്നൊരു കാര്യം നിങ്ങളിലേക്ക് ഉണ്ടാവില്ല. അത് മാറാനുണ്ട്. അത് ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാത്ത കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇപ്പം ലൈഫിൽ നടക്കുന്നതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുന്നുണ്ട്. എന്താണ് എൻ്റെ ലൈഫിൽ ഇത്രയും കാലം നടന്നത്, അതിനുള്ള കാരണങ്ങൾ എന്താണ്, എൻ്റെ ലൈഫിൽ ഇത്രയും സ്ട്രഗിൾ വന്നതിനുള്ള കാരണം എന്താണ്, എല്ലാറ്റിനും നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്.
അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ദുഃഖത്തിൻ്റെ, ഒരുപാട് പേര് എന്തൊക്കെയോ ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് ദുഃഖകരമായ പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് വന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇന്നതൊക്കെ വന്ന് ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തത്, എന്തിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കറക്റ്റ് ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. എല്ലാറ്റിനും അതിൻ്റേതായ കാര്യകാരണങ്ങളുണ്ട് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുന്നുണ്ട്. ആ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾക്ക് എന്താണ് 6 മാസത്തിന് ശേഷം സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പം എനിക്കൊരു സ്പിരിച്വൽ കണക്ഷനാണ് ഇവിടെ മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ സെൽഫുമായിട്ട് കണക്റ്റ് ആവുന്നെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ അസ്തിത്വം എന്താണെന്നുള്ളത്, ആ അസ്തിത്വമായിട്ട് കണക്റ്റ് ആവുമ്പം നിങ്ങൾക്ക് സക്സസ് വരാം. അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഇഫേർട്ട് ഇട്ടിരിക്കാം, ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവാം. ജോലിയായിരിക്കാം, എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, നിങ്ങൾ ഏതൊക്കെ കാര്യത്തിലാണോ ഇഫേർട്ട് ഇട്ടത്, എന്തിനു വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിച്ചത്, ആ കാര്യത്തിലൊന്നും നിങ്ങൾ വിചാരിച്ചൊരു റിസൾട്ട് നിങ്ങൾക്ക് ഇന്നേ വരെ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ പ്രയത്നിച്ചതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് ഇനി ഒരു 6 മാസത്തിന് ശേഷമായിരിക്കും വരുന്നത്. നിങ്ങൾ ഇതിനു മുന്നേ നിങ്ങൾ പല കാര്യങ്ങളും ഇഫേർട്ട് ഇട്ട് റിസൾട്ടൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാത്തത് കൊണ്ട് വിട്ട് കളഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണോ ലെറ്റ് ഗോ ചെയ്ത് വിട്ടിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങളൊക്കെ 6 മാസത്തിന് ശേഷം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വിട്ട കാര്യം നിങ്ങളെ തേടി വരുന്നൊരവസ്ഥ. നിങ്ങൾ മുന്നേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങൾക്കും. പക്ഷേ അന്ന് നിങ്ങളായിരുന്നു ആ ഒരു കാര്യത്തെ ആഗ്രഹിച്ചിട്ടുണ്ടായത്. അതൊരു വ്യക്തിയെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് പഠിക്കാനായിരിക്കാം, എന്തും ആകാം. അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാറോ വീടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ലക്ഷറി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അന്ന് നിങ്ങൾ അതിന് പ്രയത്നിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങളത് കിട്ടാത്തത് കൊണ്ട് ലെറ്റ് ഗോ ചെയ്തിരിക്കാം. പക്ഷേ അന്ന് നിങ്ങളായിരുന്നു ആവശ്യക്കാർ. ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ആവശ്യമായിരുന്നു, നിങ്ങളുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചിട്ടാണോ ഒഴിവാക്കിയത്, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വിട്ട ഒരു കാര്യം, നിങ്ങൾ പ്രയത്നിച്ച് ലെറ്റ് ഗോ ചെയ്ത് വിട്ട കാര്യം നിങ്ങളെ ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് വരും. അതൊരു വ്യക്തിയായാലും വരും, എന്തായാലും. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് മുന്നേ പ്രയത്നിച്ച കാര്യമായിരിക്കണം. ആ പ്രയത്നിച്ച കാര്യമാണ് പിന്നെ ഇനി 6 മാസത്തിന് ശേഷം നിങ്ങളെ തേടി വരുന്നത്. അപ്പോൾ ആവശ്യക്കാർ എന്ന് പറയുന്നത് അത് മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിലും പിന്നെ അത് നിങ്ങളെ തേടി വരുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത്. മുന്നേ പാസ്റ്റിൽ നിങ്ങളായിരിക്കും അതിനെ ആഗ്രഹിച്ചത്. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് ആ കാര്യം നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ അത് നിങ്ങളിലേക്ക് വരും. അന്ന് നിങ്ങൾ വിചാരിക്കും ഞാനിത് വിട്ട കാര്യമല്ലേ എന്നുള്ളത്. അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞ കാര്യമായിരിക്കാം. അത് നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് എല്ലാറ്റിനും സക്സസ് ഉണ്ടാവുന്നതാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പോസിബിലിറ്റി കാണാൻ പറ്റും. നിങ്ങൾ ഒഴിവാക്കിയതും നിങ്ങളുടെ മുന്നിൽ വരുന്ന എന്ത് കാര്യമായിക്കോട്ടെ, ആ എന്ത് കാര്യത്തിലും നിങ്ങൾക്കൊരു പോസിബിലിറ്റി കാണാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു ജോലിയിൽ മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ ഇൻകം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓഫർ വരും. അല്ലെങ്കിൽ കൺമുന്നിൽ അത്രയും കാലം നിങ്ങൾക്ക് മുന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവാം. പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. ആ ഒരു കാര്യം വെച്ച് നമുക്ക് ഇൻകം ഉണ്ടാക്കാന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഇനി ഒരു 6 മാസം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ആ കാര്യത്തിലും നിങ്ങൾക്ക് അവിടെ ഒരു പോസിബിലിറ്റി കാണാൻ പറ്റും. എനിക്ക് അതിൽ നിന്നും ഇൻകം ഉണ്ടാക്കാമെന്നുള്ളൊരു പോസിബിലിറ്റി. അതുപോലെ പല കാര്യത്തിലും നിങ്ങളുടെ കൺമുന്നിൽ വരുന്ന പല കാര്യത്തിലും നിങ്ങൾക്കൊരു പോസിബിലിറ്റി അവിടെ നിങ്ങൾക്ക് ഓപ്പണായി വരും. നിങ്ങൾക്ക് അന്ന് വരെയും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഇനി ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ണ് തുറന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയില്ല. അതായത് നിങ്ങൾക്ക് എല്ലാം കാണുന്നുണ്ട് നിങ്ങൾ, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉപയോഗം അറിയുന്നില്ല. നിങ്ങൾക്ക് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് അറിയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ എല്ലാറ്റിലും ഒരു പോസിബിലിറ്റി കാണാൻ പറ്റുന്ന ഒരിതാണ് വരുന്നത്. നിങ്ങൾക്ക് പല വഴിക്കും ഇൻകം വരുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് വരുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഷെയറിങ് ആണ്. അതായത് നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുന്ന ഇമോഷൻസ് ഉണ്ടാവാം. ഇവിടെ സപ്രഷൻ വന്നിട്ടുണ്ട്, ഷെയറിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്രസ് ചെയ്ത് പല കാര്യങ്ങളും നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ടാവാം. മറ്റുള്ളവരോടൊന്നും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. എല്ലാ കാര്യവും അവനവൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ടാവാം. ഒന്നും ആരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. ഷെയർ ചെയ്യാത്തത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജിക്ക് അത് മാച്ചല്ല.
പലർക്കും ഷെയർ ചെയ്യുമ്പോൾ അത് അവരുടെ എനർജിക്ക് മാച്ച് ആവില്ല. കാരണം മറ്റൊരാളെ അറിയുമ്പോൾ അവരുടെ ഒരു നെഗറ്റീവ് എനർജി അവരിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷെയറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് എല്ലാ കാലമല്ല, ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് ഷെയറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു 6 മാസം കഴിയുമ്പോൾ ആ ഷെയറിംഗ് വഴിയായിരിക്കാം നിങ്ങൾക്ക് പല നല്ല കാര്യങ്ങളിലേക്കും നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നത്. നിങ്ങൾ ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ സക്സസ്സിലോട്ടേക്കാണ് കണക്റ്റ് ആവുന്നത്. ആ ഒരു സക്സസ് വരുന്നത് ഷെയറിങ്ങിലൂടെയാണ്. ഇനി ഒരു 6 മാസം കഴിയുമ്പോൾ ഈ ഷെയറിങ് അവിടെ നിന്ന് മാറി നിൽക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിങ്ങൾക്ക് മാത്രം ചെയ്യാനുള്ള കാര്യമായിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു 6 മാസ കാലം എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷനാണ് വന്നിട്ടുള്ളത്. അതുവഴിയാണ് നിങ്ങൾ സക്സസ്സിലോട്ടേക്ക് കണക്റ്റ് ആവാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ എല്ലാറ്റിലും ഒരു പോസിബിലിറ്റി കാണും. എല്ലാം എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ള, എനിക്ക് അനുകൂലമായിട്ട് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ഒരു പോസിബിലിറ്റി നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന എല്ലാറ്റിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലോട്ടേക്ക് ഒരു താളം വരുന്നുണ്ട്. ആ താളം ഊർജത്തിലാണ് വരുന്നത്. നിങ്ങളുടെ ഒരു പ്രാണ ഊർജത്തിൻ്റെ ഒഴുക്ക് ഒരു താളത്തിൽ വരുന്നുണ്ട്. അതായത് പ്രപഞ്ചത്തിൻ്റെ ഒരു താളം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലും ഒരു താളമുണ്ട്. ആ താളത്തിൻ്റെ ആ താളത്തിൻ്റെ ബേസിലാണ് നമ്മുടെ ജീവിതം, ഓരോരുത്തരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പ്രാണശക്തിൻ്റെ ഒരു ഒഴുക്കിൻ്റെ ഒരു താളം, ആ താളത്തിൻ്റെ ബേസിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു താളം വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുവഴി നിങ്ങൾക്ക് ശരിയായ ഒരു ക്ലാരിറ്റി, എല്ലാറ്റിലും ഒരു ക്ലാരിറ്റി വരും. നിങ്ങൾ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള അസ്തിത്വമായിട്ട് കണക്റ്റ് ആവാൻ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കുറച്ച് സാഹസികത പ്രകടിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. പല കാര്യങ്ങളും റിസ്ക് ഏറ്റെടുക്കാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. ഇന്നേ വരെയും ചെയ്യാത്ത കാര്യങ്ങൾ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ സ്വന്തമായി ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു കൽപ്പ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്ത് കാര്യത്തിനും റിസ്ക് എടുക്കാനുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക്, മനോബലം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കാൻ ഒരു ഫിയർ ആയിരിക്കാം, പക്ഷെ ആ ഫിയർ അവിടെ നിന്ന് മാറി നിങ്ങൾക്ക് ആ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ശക്തിയിലോട്ടേക്ക് നിങ്ങൾ വരുന്നുണ്ട്, മനോബലത്തിലേക്ക് വരുന്നുണ്ട്. പല സാഹസികമായ കാര്യങ്ങളും ചെയ്യാനുള്ള ചാൻസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും ട്രൂത്ത് എന്താണെന്നും ഇപ്പോൾ ലൈഫിൽ നടക്കുന്ന, പാസ്റ്റിൽ നടന്ന കാര്യമായാലും ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ നടക്കുന്ന കാര്യമാണെങ്കിലും ഒരു 6 മാസം കഴിയുമ്പോൾ എല്ലാറ്റിൻ്റെയും ക്ലാരിറ്റി എന്താണെന്നുള്ളതും അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാർട്ടിസിപ്പേഷനും ഷെയറിംഗ് ആണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വന്നിട്ടുള്ളത്. മറ്റുള്ളവരായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയുക. മേ ബി അവർ വഴി ആയിരിക്കാം അത് കേൾക്കുന്നവർക്കും അതേ ഒരു വൈബിലുള്ള ആളായിരിക്കാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോൾ പേർപ്പസിലോട്ടേക്ക് കണക്റ്റ് ആവാൻ പറ്റുമെന്നും മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ സോൾ പേർപ്പസിലോട്ടേക്ക് കണക്റ്റ് ആവേണ്ട കാര്യമായിരിക്കാം. അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ പോലും, നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ പോലും അത് ഭാവിയിൽ നിങ്ങളുടെ സോൾ പേർപ്പസായിട്ട് വരുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.